ഈ നല്ല രാത്രികാലം നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിലേക്ക് കണ്ണുകൾ ഓടിക്കാം. 1 കൊരിന്ത്യർക്ക് ലേഖനം 10-ാം അധ്യായം 12-13 വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. 1 കൊരിന്ത്യർക്ക് ലേഖനം 10-ാം അധ്യായം 12-13 വാക്യം നിർത്തി വായിക്കാം. 1 കൊരിന്ത്യർക്ക് ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യം. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നല്ല രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സ്വത്രം. കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയാത്ത യാതൊരു പരീക്ഷയും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഞാൻ അനുവദിക്കത്തില്ല. ആർക്ക്? കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ വചനപ്രകാരം യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മേൽ പരിശോധനകൾ കടന്നു വരുമ്പോൾ അത് നിനക്ക് താങ്ങുവാൻ കഴിയാത്തതായി ഒന്നും വരുവാൻ ഞാൻ സമ്മതിക്കുക ഇല്ല എന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്തിലൂടെ കർത്താവ് നമ്മോട് പറയുകയാണ്. സ്വത്രം. നിങ്ങൾ നിൽക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ വീഴാതെ ഇരിപ്പാൻ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ഏതു വിധത്തിലും ശത്രു നിങ്ങളെ തകർക്കുവാൻ പദ്ധതി ഓങ്ങിക്കൊണ്ട് അവർ 4 പാട് നിന്നും വാട കോരിക്കൊണ്ട് നിൻ്റെ പിന്നാലെ ഉണ്ട് എന്ന് ദൈവപൈതലെ നീ തിരിച്ചറിയണം. എന്നാൽ ഒരു ശത്രുവിൻ്റെ കരത്തിലും നിന്നെ വിട്ടുകൊടുക്കുന്നവനല്ല എൻ്റെ കർത്താവ്. പരിശോധനകൾ വരുമ്പോൾ കർത്താവിൽ ആശ്രയിപ്പാൻ നമുക്ക് മനസ്സാകുമെങ്കിൽ സ്തോത്രം, അവൻ വിശ്വസ്തനായി നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ അന്ത്യത്തോളം കാത്തു പരിപാലിപ്പാൻ ശക്തനാ. പിശാച് ഏതു വഴിയിലും നിന്നെ തകർക്കുവാൻ പദ്ധതി കൊണ്ടുവരും. പലപ്പോഴും നമുക്ക് പിശാചിൻ്റെ തന്ത്രങ്ങൾ എന്തെന്ന് തിരിച്ചറിയാൻ കഴിയത്തില്ല. പത്രോസിനോട് ദൈവം യേശുക്രിസ്തു പറയുന്നുണ്ട്, മോനെ, പല പ്രാവശ്യം പിശാച് എന്നോട് അനുവാദം ചോദിച്ചു, നിന്നെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റിക്കളയേണ്ടതിന് നീ കൃപയിൽ നിന്ന് വീണു പോകാതെ ഇരുപ്പാൻ ഞാൻ നിന്നെ സൂക്ഷിച്ചത് കൊണ്ട് മാത്രമാണ് മോനെ നീ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഏതു നേരത്തും പിശാച് ഇടർച്ച ചെയ്യാൻ കടന്നു വരുന്നുള്ള നിശ്ചയം നിനക്കുണ്ടായിരിക്കണം. സ്തോത്രം. ഇവിടെ പരിശോധനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മളും തകർന്നു പോകുക പതിവാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഭയം ദൈവത്തെ അല്ല, സ്വത്രം, ഈ ലോകത്തെ പിശാചിനെ. സ്വത്രം. അവൻ ഈ ലോകത്തെ അടക്കി ഭരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ തന്ത്രങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിലെ വിശ്വാസത്തിന് നിലനിൽപ്പിന് കോട്ടമായി വന്ന് ഭവിക്കാറുണ്ട്. സ്തോത്രം. ഒന്ന്, അവൻ്റെ തന്ത്രം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ അവൻ ഏതു വിധത്തിലും തകർത്ത് കളയുവാൻ വഴികളൊരുക്കും. സ്തോത്രം. അവരെ വിദ്യാഭ്യാസ മേഖലയിൽ, അവരുടെ ജീവിതയാത്രയിൽ, അവരുടെ കൊടുക്കൽ വാങ്ങലുകളിൽ എല്ലാം കുറ്റങ്ങൾ കണ്ടെത്തി അവരെ വിദ്യാഭ്യാസത്തോട് പോരാടി അവരുടെ ഏകാഗ്രതയെ തല്ലിക്കെടുത്തി പാപത്തിൻ്റെ വഴിയിലേക്ക് അവരെ മോഹപരവശരായി കൊണ്ടുപോയി അവരുടെ ഭാവിയെ തകർത്ത് ആദ്യം പിശാച് നിൻ്റെ കണ്ണുനീര് വീഴുവാൻ അവൻ നോക്കും. നിന്നെ കൊണ്ട് ദൈവത്തെ തള്ളിപ്പറയിക്കുവാൻ അവൻ നോക്കും. പിന്നെ പണത്തിൻ്റെ പേര് പറഞ്ഞ്, സ്വത്രം, പണത്തിൻ്റെ പേര് പറയുമ്പോൾ ചിന്തിക്കാം, ഞാൻ ഇത്ര വർഷമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും പാടുകയും ആരാധിക്കുകയും വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ നിൽക്കുകയും ചെയ്യുന്നു. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക ഭദ്രത എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നില്ല. എന്നാൽ ജാതികളായി ദൈവത്തെ അറിയാതെ ലോകത്തിൽ ജീവിക്കുന്നവർക്ക് ഇഷ്ടം പോലെ ധനസമൃദ്ധി ഉണ്ടാകുന്നു. ദൈവമേ, ഞാനിങ്ങനെ പോയാൽ എൻ്റെ അവസാനം എന്താകുമെന്നോർത്ത് വ്യാകുലപ്പെട്ട്
ഭാരപ്പെട്ട് മനം കലങ്ങുമ്പോൾ പിശാച് അതിനകത്തൂടെ കയറി നിൻ്റെ മനസ്സിൻ്റെ ഏകാഗ്രതയെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകാൻ പദ്ധതിയിടും. മറ്റൊന്ന്, ജാതിയുടെ പേര് പറഞ്ഞു. സ്വത്രം. ജാതിയുടെ പേര് പറയുകയെന്ന് പറഞ്ഞാൽ പലരും ഇന്ന് ജാതിയും മതവും വർഗവും എടുത്തിട്ടാണ് വാദിക്കുന്നത്. സ്വത്രം. അവൻ ഏത് ജാതി, അവൻ ഏത് കുടുംബക്കാരൻ, അവൻ നമ്മുടെ ജാതിക്കാരനല്ല, അവർ നമ്മുടെ ജാതിക്കാരല്ല, ആ പള്ളി നമ്മുടെ പള്ളിയല്ല, ഈ പള്ളി അവരുടെ പള്ളിയാണ്, ആ പള്ളി നമ്മുടെ പള്ളിയാണ്. ഇങ്ങനെ ജാതിയുടെയും മതത്തിൻ്റെയും ആലയത്തിൻ്റെയും പേര് പറഞ്ഞ് മനുഷ്യരെ തങ്ങളിൽ തല്ലിപ്പിരിച്ച് ദൈവസാന്നിധ്യം നിൻ്റെ ജീവിതത്തിലോ നിൻ്റെ കുടുംബ ജീവിതത്തിലോ നിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലോ ഇറങ്ങാതെ വണ്ണം നിന്നെ മനസ്സ് കലക്കി നിന്നെ മാറ്റിവിടുന്ന പിശാചിൻ്റെ തന്ത്രങ്ങൾ ഒരു കൂട്ടത്തിലാണ്. സ്വത്രം. പിന്നെ വിശ്വാസത്തിൻ്റെ പേര്, അതാണ് ഏറ്റവും വലിയത്. ഞാൻ ആത്മാവിൽ ആരാധിക്കുന്നുണ്ട്, ഞാൻ സത്യത്തിൽ ദൈവത്തെ നമസ്കരിക്കുന്നുണ്ട്, അവരിതൊന്നും ചെയ്യുന്നില്ല, അവർക്കൊരു കുഴപ്പവുമില്ല, അവർ സന്തോഷത്തോടെ നടക്കും. ഞാനോ എന്നും കഷ്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. സ്വത്രം. ഇങ്ങനെ പോയാൽ എൻ്റെ ഭാവി എന്താകും? സ്തോത്രം. നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, കർത്താവിൻ്റെ വചനം പറയുന്നത്, നിനക്ക് സഹിപ്പാൻ കഴിയാത്ത, സ്വത്രം, നിനക്ക് വഹിപ്പാൻ കഴിയാത്ത ഒരു കഷ്ടത്തിലൂടെയും കുഞ്ഞ് ഞാൻ നിന്നെ വിടത്തില്ലെന്ന് നീ വിശ്വസിച്ചിട്ട് നീ എൻ്റെ ബലമുള്ള കരത്തിൽ മുറുകെ പിടിക്ക്, ഞാൻ നിന്നെ കൈവിട്ടച്ച് പോകത്തില്ലെന്ന് കർത്താവ് പറയാം. സ്വത്രം. പിന്നെ സഭയുടെ പേര് പറയും. സ്വത്രം. അതേത് സഭ? അത് IPCയോ, അത് ഷാരോണോ, അത് അസംബ്ലീസ് ഓഫ് ഗോഡോ, അത് ചർച്ച് ഓഫ് ഗോഡോ, അത് CSIയോ, അത് കത്തോലിക്കയോ, അത് യാക്കോബയോ, അത് ഓർത്തഡോക്സോ, സഭയുടെ പേര് പറഞ്ഞിട്ട് അവിടെയുള്ള ആൾക്കാരെ ഒന്ന് വിലയിരുത്തി കാണിക്കും. പിശാചിൻ്റെ തന്ത്രം നോക്കിക്കോണേ. നീ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ദൈവപാദപീഠത്തിൽ നീ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകാൻ വേണ്ടി പിശാച് ഒരുക്കുന്ന പദ്ധതികളാണ് സഭയുടെയും സംഘടനയുടെയും പേര് പറഞ്ഞ് പിന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. സ്വത്രം. ക്രിസ്തു വിഭാഗിക്കപ്പെട്ടുവോ? ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവിടെ യേശു ക്രിസ്തു സഭ തുടങ്ങിയോ? ഇല്ല. പിന്നെയോ? നിങ്ങൾ ഓരോ സഭകൾക്ക് പേരിട്ട്, പൗലോസിൻ്റെ, അപ്പൊല്ലോസിൻ്റെ, കേഭാവിൻ്റെ, ഇങ്ങനെ ഓരോ സഭകൾക്ക് പേരിട്ടിട്ട് ക്രിസ്തുവിനെ നിങ്ങൾ വിഭാഗിച്ചു. അത് പിശാചിൻ്റെ തന്ത്രമാ. എന്നാൽ ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിട്ടില്ല. അവൻ്റെ സ്നേഹം അങ്ങനെ വിഭാഗിച്ചു കൊടുത്തിട്ടില്ല. എല്ലാവർക്കും ഒരുപോലെ ആ സ്നേഹം ആസ്വദിക്കുവാൻ അവൻ സ്വർഗത്തിൽ തങ്ങളെ നോക്കുന്ന, തന്നെ നോക്കുന്ന, തന്നിൽ ആശ്രയിക്കുന്ന തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ആഴം എത്രയാണെന്ന് തിരിച്ചറിയണമെങ്കിൽ അവൻ്റെ തിരുമുഖത്തേക്ക് നോക്കണം. നോക്ക്. സഭയുടെ പേര് പറഞ്ഞ് മനുഷ്യൻ തങ്ങളിൽ മത്സരിക്കുക, പിണങ്ങുക. ഇന്ന് എവിടെ നോക്കിയാലും ഇത് നമുക്ക് കാണാനുണ്ട്. സ്വത്രം. പണ്ടൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, ദേശത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് കണ്ടാൽ, ദേശത്തൊരു ദൈവിക ആരാധന നടക്കുന്നത് കണ്ടാൽ, ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ടാൽ, ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചിരിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും അവിടെ ഓടിക്കൂടും. ഒരുമിച്ച് ഐക്യത്തോടെ ദൈവത്തെ സ്തുതിക്കും. എന്തിനെന്നറിയാമോ? ആ ദേശത്തെ അടക്കി വാഴുന്ന പിശാചിൻ്റെ തല തകർക്കണം. അതിനുവേണ്ടി എല്ലാവരും ഏക മനസ്സുള്ളവരായി ദൈവസന്നിധി കടന്നൊന്ന് മുഴങ്കാലും അടക്കി ഒരുമിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് സ്വത്രം പിശാചിൻ്റെ പദ്ധതികൾ പലതും പൊളിഞ്ഞു പോയതായിട്ട് ലോകം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സ്വത്രം. എന്നാൽ അത് പിശാച് മനസ്സിലാക്കിയിട്ട് ഇന്ന് സഭകൾക്ക് അതിരുകളിട്ട് ജാതിയുടെ, മതത്തിൻ്റെ, പണത്തിൻ്റെ, നിറത്തിൻ്റെ, പള്ളിയുടെ പേര് പറഞ്ഞ് മനുഷ്യനെ തങ്ങളിൽ തല്ലിപ്പിരിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകാൻ അവൻ പദ്ധതി ഒരുക്കുക. പിന്നെ പാസ്റ്ററുടെ പേരിൽ സ്വത്രം. ആ പാസ്റ്ററോ, ഈ പാസ്റ്ററോ, അവിടുത്തെ പാസ്റ്ററോ, ഇവിടുത്തെ പാസ്റ്ററോ, അവരെ കള്ളുക്ക് നല്ല പാസ്റ്റർ, ഇന്നലെ സ്റ്റേജിൽ നിന്ന് തള്ളിയിട്ട പാസ്റ്റർ. സ്വത്രം. ആ കാറിനകത്ത് വരുന്ന പാസ്റ്റർ ഉണ്ടല്ലോ, ആ വണ്ണമുള്ള പാസ്റ്റർ ഉണ്ടല്ലോ, ആ കനം കുറഞ്ഞ പാസ്റ്റർ ഉണ്ടല്ലോ, ആ നീളമുള്ള പാസ്റ്റർ ഉണ്ടല്ലോ, ആ വെളുത്ത പാസ്റ്റർ ഉണ്ടല്ലോ, ആ കറുത്ത പാസ്റ്റർ ഉണ്ടല്ലോ. സ്വത്രം. തരം തിരിച്ച് പിശാച് നിൻ്റെ മനസ്സിനെ കുഴപ്പിച്ച് ഇപ്പം ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയാൻ കഴിയാൻ നിന്നെ കൃപയിൽ നിന്ന് തള്ളിയിട്ട് ദൈവത്തിൽ നിന്നെ പിടിച്ച് അകറ്റിക്കൊണ്ട് പോകുമ്പോൾ കുഞ്ഞ് നീ തിരിച്ചറിയണം, എൻ്റെ കർത്താവിനെയാണ് നീ സേവിക്കുന്നത്, അല്ല ലോകത്തിലെ മനുഷ്യനെയല്ല തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണം. അങ്ങനെയാണ് പിശാച് നിന്നെ വിട്ട് പോകും. പിന്നെ വർഷങ്ങളുടെ പഴക്കം. സ്വത്രം. ഇത്ര വർഷമായി നമ്മൾ കേട്ടിട്ടില്ലേ പല പള്ളികളുടെയും കണക്ക് പറയുന്ന. സ്വത്രം. 50 വർഷമായി, 100 വർഷമായി, 75 വർഷമായി, 25 വർഷമായി, 10 വർഷമായി, 5 വർഷമായി. സ്വത്രം. വർഷങ്ങളുടെ കണക്ക് വന്നിട്ട് ഞങ്ങൾ പഴയ പാരമ്പര്യക്കാരാ, ഞങ്ങൾ പഴയ പള്ളിക്കാരാ, ഞങ്ങൾ പഴയ കുടുംബക്കാരാ, ഞങ്ങൾ ഇവിടുത്തെ വലിയ തറവാട്ടുകാരാ. സ്വത്രം.
നോക്ക്, ഞങ്ങൾ ഇത്ര വർഷമായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ കർത്താവ് വർഷങ്ങളുടെ കണക്ക് നോക്കിയിട്ടല്ല നിങ്ങളെയും എന്നെ സ്നേഹിച്ചതും നിങ്ങളെ എന്നെ ചേർത്ത് പിടിച്ചതും. പിന്നെയോ നിൻ്റെ ഹൃദയത്തിൻ്റെ തേങ്ങലുകൾ അറിഞ്ഞിട്ട് നീ അവനിൽ ആശ്രയിച്ചത് കൊണ്ടാണ് കർത്താവ് നിന്നെ ചേർത്ത് പിടിച്ചത്. മനുഷ്യൻ കാണുന്ന കാഴ്ചപ്പാടിൽ നീ ഒരിക്കലും ദൈവത്തിൻ്റെ മഹത്വം കാണാൻ കഴിയത്തില്ല. അതുകൊണ്ട് മനുഷ്യൻ പറയുന്നതല്ല കേൾക്കേണ്ടത്, വർഷത്തിൻ്റെ പഴക്കമല്ല നോക്കേണ്ടത്. നീ ആയിരിക്കുന്ന സമയത്ത് നിൻ്റെ ഹൃദയം ദൈവത്തിന് കൊടുത്ത് നീ ആഗ്രഹിക്കുന്നത് സ്വർഗം നിനക്ക് തരും. സ്വത്രം. ഇതിലെല്ലാറ്റിലും പിശാചു തോറ്റപ്പം അവൻ ചെയ്തൊരു പരിപാടിയാണ്, എന്നാൽ പിന്നെ രോഗത്താൽ ഇവനെ അങ്ങ് പിടിക്കാം. സ്വത്രം. അപ്പം നോക്ക്, കുഞ്ഞുങ്ങളുടെ പേര് നോക്കിയിട്ട് പറ്റിയില്ല, പണത്തിൻ്റെ പേര് നോക്കിയിട്ട് പറ്റില്ല, ജാതിയുടെ പേര് പറഞ്ഞിട്ട് പറ്റിയില്ല, വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പറ്റില്ല, സഭയുടെ പേര് പറഞ്ഞിട്ട് പറ്റിയില്ല, പാസ്റ്ററുടെ പേര് പറഞ്ഞിട്ട് പറ്റിയില്ല, വർഷത്തിൻ്റെ കണക്ക് പറഞ്ഞിട്ട് പറ്റിയില്ല. എന്നിട്ട് ഇവൻ എന്തതിശയമേ ദൈവത്തിന് സ്നേഹം എത്ര മനോഹരമെന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുക, പരിശുദ്ധാത്മാവെ ശക്തി പകരണമെന്ന് പറഞ്ഞ് ദൈവത്തിൽ ആത്മാവിൽ ആരാധിക്കുക. പിശാചിന് സഹിക്കുന്നില്ല. അവൻ ഏതെല്ലാം മാർഗങ്ങൾ കൊണ്ടിട്ട് നിന്നെ വിശ്വാസത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ പദ്ധതി ഒരുക്കിയിട്ടും നീ അകലുന്നില്ല എന്ന് കണ്ടപ്പോൾ നിൻ്റെ മേലൊരു രോഗം കൊണ്ടിട്ടിട്ട് നിൻ്റെ സാമ്പത്തിക നന്മകളെ ഇല്ലാതാക്കി നിന്നെ തകർക്കാൻ പദ്ധതി ഇട്ടുകൊണ്ട് അവൻ സഞ്ചരിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നല്ല രാത്രി നിങ്ങളോട് പറയട്ടെ, നിനക്ക് ദൈവത്തിൻ്റെ വചനം പറയുന്നതനുസരിച്ച് മരണകരമായ രോഗം നിന്നെ പിടിച്ചാലും നിന്റെ ജീവന് ഹാനി വരുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. കാരണം ഈ ലോകത്തിൻ്റെ പിശാച് നിന്നെ തൊടുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ രോഗം നിന്നെ മരണത്തിലല്ല, നിന്റെ നിത്യജീവൻ്റെ അവകാശത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ. അങ്ങനെയാണ് ഈ ഭൂതലത്തിൽ നീ അനുഭവിക്കുന്ന വേദനകൾക്ക് പരിഹാരം തരാതെ എൻ്റെ കർത്താവ് പിന്മാറത്തില്ല. സ്വത്രം. നിന്നെ തകർക്കുവാൻ വരുന്ന പിശാചിലെ തല തകർത്ത് നിനക്ക് ജയം തരാമെന്ന് എൻ്റെ കർത്താവ് പറഞ്ഞെങ്കിൽ പൂർണ്ണമായി സൗഖ്യം തന്ന്, പൂർണ്ണമായ സന്തോഷം തന്ന്, പൂർണ്ണമായി നിന്നെ ദേശത്തിൻ്റെ മധ്യത്തിൽ തല ഉയർത്തി നിർത്തുന്നവനാ എൻ്റെ കർത്താവ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, പരിശോധനകൾ പരീക്ഷകളായി നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, രോഗം നിന്നെ കടന്നു പിടിച്ച് നിൻ്റെ സാമ്പത്തിക നന്മകളെ മുഴുവനും ബ്ലോക്കാക്കി നിൻ്റെ ജീവിതത്തിൽ നിനക്കൊരു സ്റ്റെപ്പ് പോലും മുൻപോട്ട് വെപ്പാൻ കഴിയത്തില്ല എന്ന് തോന്നുമ്പോൾ നീ പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ നല്ല രാത്രിക്കാലം പറയട്ടെ, കുഞ്ഞ് യോബ് പറഞ്ഞത്, എൻ്റെ ദേഹം ഇങ്ങനെ തന്നെ ദ്രവിച്ച് ഇല്ലാതെയായാലും ഞാൻ എൻ്റെ പ്രിയൻ്റെ സന്നിധി ചെന്ന് ചേരും, എൻ്റെ പ്രിയൻ്റെ മുഖം കാണുമെന്ന് ആത്മാർത്ഥതയോടെ, വിശ്വാസത്തോടെ, ധൈര്യത്തോടെ തൻ്റെ സഹപ്രവർത്തകരോടും തൻ്റെ ദാസിയോടും പറയുമ്പോൾ അവർ അന്തം വിട്ട് നിൽക്കേ സ്വർഗമിറങ്ങുമെന്ന് യോബിൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയെങ്കിൽ, കുഞ്ഞ ലോകത്തിലെ വൈദ്യന് ചെയ്യാൻ കഴിയാത്തത്, മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്തത്, പണത്തിന് ചെയ്യാൻ കഴിയാത്തത്, ആൾബലത്തിന് ചെയ്യാൻ കഴിയാത്തത് സ്വർഗത്തിലെ ദൈവത്തിന് ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിച്ചിട്ട് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്ക്. എൻ്റെ സ്വർഗം നിന്നെ മറന്ന് കളയത്തില്ല. സ്തോത്രം. 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 10-11 വാക്യം ഒന്ന് വായിച്ചു നോക്കേ. 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 10-11 വാക്യം. സ്തോത്രം. എടുത്തെങ്കിൽ ഒന്ന് ശബ്ദമുയർത്തി വായിക്കാം. സ്തോത്രം. 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 10, 11, 12 വാക്യം. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ നല്ല കാലം കാണുവാൻ ആഗ്രഹിക്കുന്നവൻ. ദോഷം ചെയ്യരുത്. തൻ്റെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം. നിൻ്റെ വായെ അടക്കിക്കൊള്ളണം. എന്നിട്ട് ദൈവത്തിന് സന്നിധിയിൽ നിൻ്റെ വായ് വിസ്താരത്തിൽ തുറന്ന് ദൈവത്തോട് നിൻ്റെ സങ്കടങ്ങൾ പറയണം, നിൻ്റെ ആവശ്യങ്ങൾ പറയണം. നീ ചോദിക്കണം, കർത്താവേ, എത്ര കാലം ഞാൻ ഈ കഷ്ടത്തിലൂടെ കടന്നു പോകേണ്ടി വരും? എത്ര നാൾ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് കണ്ടുകൊണ്ടിരിക്കും? എത്ര കാലം എൻ്റെ കൂട്ടാളിയുടെ വേദന ഞാൻ സഹിക്കേണ്ടി വരും? എൻ്റെ ശരീരാത്മതയിൽ വ്യാപരിക്കുന്ന രോഗത്തിന് എത്ര കാലത്തെ ആയുസ്സുണ്ട്? ഇതൊന്ന് എടുത്തു മാറ്റുവാൻ
മാറ്റുവാൻ അങ്ങക്ക് കഴിയുമെന്ന് അങ്ങ് പറഞ്ഞെങ്കിൽ എന്തുകൊണ്ട് പരിശുദ്ധനെ ഇതിനെ എടുത്തു മാറ്റാതെ നീ എൻ്റെ ശരീരത്തിൽ തന്നിരിക്കുന്നു? അങ്ങയുടെ മകളല്ലേ ഞാൻ, അങ്ങയുടെ മകനല്ലേ ഞാൻ, ഇത് എടുത്തു മാറ്റുവാൻ അങ്ങക്ക് മനസ്സുണ്ടാകണമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാൻ ഇടയായിത്തീരും. നാം പലപ്പോഴും മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കി മനുഷ്യൻ പറയുന്നത് കേട്ട് ദൈവത്തെ പോലും മറന്ന് ലോകത്തിൽ അവിടെ ഇവിടെ ഓടുമ്പോൾ നാം ഓർക്കണം, ദൈവത്തെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ല. നിനക്ക് നന്മ തരുന്നത് നിൻ്റെ കുഞ്ഞുങ്ങൾക്കും നിനക്കും അനുഭവിക്കുവാനാ, അത് ലോകത്തിൽ പാഴാക്കി കളയാനല്ലെന്ന് നീ വിശ്വസിച്ചിട്ട് മഹത്വം ദൈവത്തിനു കൊടുക്കണം. സ്തോത്രം. ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, ആരൊക്കെ നിന്നെ മറന്നു കളഞ്ഞാലും, എല്ലാ വൈദ്യന്മാരും നിന്നെ കൈവിട്ടാലും നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞ കർത്താവിൻ്റെ കരത്തിൽ നിന്നെ ഒന്ന് കൊടുത്തിട്ട് നീ ഒന്ന് പറ, കർത്താവേ ഈ പ്രതിസന്ധി അതിജീവിപ്പാനുള്ള കൃപ നീ എനിക്ക് തരണം. എൻ്റെ ഭവനത്തിനകത്ത് ഇരുട്ട് മാറണം. എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു ശുഭഭാവി എനിക്ക് കാണണം. എൻ്റെ ശരീരാത്മദേഹങ്ങളെ കടന്നു പിടിച്ചിരിക്കുന്ന രോഗത്തിന് പൂർണ്ണ വിടുതൽ വേണമെന്ന് നീ ദൈവത്തിന് മുമ്പാകെ നിന്നൊന്ന് പറഞ്ഞു നോക്ക്. സ്വർഗം അത് നിനക്ക് തരും. വിശ്വസിക്കൂ കുഞ്ഞെ. ലോകത്തിൽ ആർക്കും തരുവാൻ കഴിയാത്ത സൗഖ്യവും, ലോകത്തിൽ ആർക്കും കഴിയാത്ത സന്തോഷവും, ലോകത്തിൽ ആർക്കും തരുവാൻ കഴിയാത്ത സാമ്പത്തിക നന്മയും എൻ്റെ കർത്താവിന് തരാൻ കഴിയും. ഇന്ന് പകൽക്കാലം വ്യക്തമായി നിങ്ങളോട് പറയട്ടെ. ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ്, എൻ്റെ പൊന്നു പാസ്റ്ററേ, ഞാൻ കളക്ടർ ആയിരുന്നു. ആ കളക്ടറായിരിക്കുന്ന സമയത്ത് ഞാൻ സമ്പാദിച്ച 45 ലക്ഷം രൂപ സ്വത്രം ഇന്ന് ഞാൻ പെൻഷനായി എൻ്റെ മക്കൾക്ക് കൊടുത്തു. എൻ്റെ ഭർത്താവ് DYSP ആയിരുന്നു, അദ്ദേഹം പെൻഷനായി, അദ്ദേഹം കിട്ടിയത് മൊത്തം കുടിച്ചു തീർക്കുകയാ. ഇപ്പോൾ ഞാൻ എൻ്റെ 50 ലക്ഷം രൂപയ്ക്കകത്ത് കടത്തിനകത്താണ്. സ്വത്രം. ഇവിടെ അറിയപ്പെടുന്നൊരു വ്യക്തിയാ, പറഞ്ഞാൽ നിങ്ങളറിയും. സ്വത്രം. എന്നെ വിളിച്ച് പറയാണ്, എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞു, എനിക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, പക്ഷെ ദൈവത്തിനറിയാം എന്ത് ചെയ്യണമെന്ന്. സ്വത്രം. എന്തായി തീരുമെന്നും ദൈവത്തിനറിയാം. ഒരു ബാങ്കുകാർക്കും ഒരു പലിശക്കാർക്കും നിന്നെ ബന്ധിപ്പാൻ കഴിയാത്തതുപോലെ സ്വർഗത്തിലെ ദൈവത്തിന് നിനക്ക് വേണ്ടി പുതിയ വഴികളെ തുറക്കാൻ കഴിയും സിസ്റ്ററെ. അതുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിച്ചിട്ട് വന്നു പോയതും ചെയ്തു പോയതും പറഞ്ഞു പോയതുമായ എല്ലാ കുറവുകളും ദൈവത്തിൽ ഏറ്റുപറഞ്ഞെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങ്. സ്വർഗം പ്രവൃത്തി വെളിപ്പെടുത്തും. സ്വത്രം. നമ്മളൊക്കെ ചിന്തിക്കുന്ന നമുക്ക് ചെറിയൊരു രോഗം മാത്രമേ ഉള്ളെന്ന്. സ്വത്രം. എന്നാൽ നമ്മളെക്കാൾ വലിയ രോഗമുള്ളവർ, നമ്മളെക്കാൾ വലിയ സാമ്പത്തിക ബാധ്യതയുള്ളവർ, നമ്മളെക്കാൾ വലിയ പ്രതികൂലമുള്ളവർ, അവർ പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഇതൊന്നും എനിക്ക് സാരമില്ല. സ്വത്രം. കർത്താവിൻ്റെ കൂടെയുണ്ട്, കർത്താവ് എനിക്ക് സകലതും നിവർത്തിച്ച് തരും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയമില്ല. സ്വത്രം. ഭയമുള്ളവർ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറ് ഓടി നടന്ന് സ്വത്രം ലോകത്തിന് മുമ്പിൽ കരഞ്ഞു വിലപിച്ച് നടക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന കുഞ്ഞ് കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ നിൽക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ അവൻ അങ്ങനെ നിൽക്കുന്നത്? എൻ്റെ ദൈവം അറിയാതെ എൻ്റെ തലയിലെ ഒരു മുടിനാരും കൊഴിയത്തില്ല. ഇതായിരിക്കണം ദൈവപദം നിൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണത നിന്നെ വെളിപ്പെടുമ്പോൾ നിൻ്റെ സാമ്പത്തിക ബാധ്യതകൾക്ക് ഒരു പരിഹാരം സ്വർഗം പറഞ്ഞു തരും. സ്തോത്രം. നിൻ്റെ രോഗത്തിന് ശമനം തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നിൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് ഒരു പൂർണ്ണ തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നമുക്ക് 2 കുഞ്ഞുങ്ങളെ വെച്ചോണ്ടാ നമ്മൾ ഈ തീ തിന്ന് ഓട്ടമോടുന്നു. സ്വത്രം. എന്നാൽ വീടും കൂടും കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ മറന്ന് പ്രാർത്ഥിച്ച ചില അപ്പച്ചന്മാരും അമ്മച്ചിമാരും നമ്മുടെ നടുവുണ്ട്. അവർക്ക് തങ്ങളുടെ മക്കളെക്കുറിച്ചായിരുന്നില്ല ഭാരം, തങ്ങളുടെ ഭവനത്തെക്കുറിച്ചായിരുന്നില്ല ഭാരം, തങ്ങൾ എന്തുടുക്കും, എന്ത് കുടിക്കും, എന്ത് കഴിക്കുമെന്ന് ചിന്തിച്ചായിരുന്നില്ല ഭാരം. പിന്നെയോ എൻ്റെ ആയുസ്സുള്ള കാലം എൻ്റെ ദൈവത്തിന് എങ്ങനെ
മഹത്വം കൊടുക്കാൻ കഴിയും, എൻ്റെ ദൈവത്തെ എങ്ങനെ ഉയർത്താൻ കഴിയും, എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തെ മറ്റുള്ളവർക്ക് എങ്ങനെ എത്തിക്കാൻ കഴിയും എന്നുള്ള ആ ഒരു ഭാരമായിരുന്നു. അതുകൊണ്ട് അവർ ഉടുക്കുന്നത് മറന്നു, ഉണ്ണുന്നത് മറന്നു, കിടക്കുന്നത് മറന്നു. അവർ ഓടി 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 കർത്താവിന് വേണ്ടി അധ്വാനിച്ചപ്പോൾ സ്വർഗം അവരെയും അവരെ തലമുറയും മറന്നു കളഞ്ഞില്ല. സ്തോത്രം. ഇന്ന് പകൽക്കാലം കേട്ട ഒരു കാര്യമാണ്, ഒരു ചേട്ടായി, സ്തോത്രം, ആ ചേട്ടായി ഈ ദേശത്ത് തന്നെയുള്ള ചേട്ടായി. ആ ചേട്ടായിക്ക് ഏതാണ്ട് എല്ലാം കൂടെ ഒരു 23 ഏക്കർ സ്ഥലത്തോളം പല സ്ഥലത്തായിട്ട്, സ്തോത്രം. പക്ഷേ ചേട്ടായിക്ക് തിന്നാൻ ഭാഗ്യമില്ല. സ്തോത്രം. ചേട്ടായി പാവയ്ക്ക ജ്യൂസാണ് കുടിക്കുന്നത്. ആര് തിന്നും, ആര് കുടിക്കും, ആര് കഴിക്കുമെന്ന് ഒരു പിടിയില്ല. വാങ്ങിച്ച് കൂട്ടിയിട്ടിട്ട് ആർക്കു വേണ്ടിയായിരുന്നു? ഇന്ന് എരിഞ്ഞെരിഞ്ഞെരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് ചത്തോണ്ടിരിക്കുക. സ്വത്രം. മക്കൾ നല്ല ചിക്കനും മട്ടനും KFC ഒക്കെ തിന്നുമ്പം അപ്പനാരിരുന്ന് പാവയ്ക്ക ജ്യൂസ് കുടിക്കുക. സ്വത്രം. നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. മരണകരമായി യാതൊന്ന് കഴിച്ചാൽ ഹാനി വരത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ കർത്താവ് പറഞ്ഞതനുസരിച്ച് അത് പ്രകാരം ദൈവത്തിന് മഹത്വം കൊടുത്തെങ്കിൽ നിനക്ക് പാവയ്ക്ക ജ്യൂസ് കുടിക്കേണ്ടി വരത്തില്ലായിരുന്നു. സ്വത്രം. പേര് ക്രിസ്ത്യാനി എന്നാൽ ക്രിസ്തുവിനെ ലെവലേശം പരിചയമില്ല. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനും മനസ്സില്ല. ലോകം മുഴുവനും വെട്ടിപ്പിടിച്ച് ഒരു ധനവാനായിരിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ കണ്ടാലൊന്ന് ചോദിക്കണം, ചേട്ടായി സുഖമാണോ, സന്തോഷമാണോ? അദ്ദേഹം എടുത്ത വളരെ, എൻ്റെ പൊന്നു പാസ്റ്ററേ, ആ ചോദ്യത്തിനൊരു മറുപടി പറയാൻ ഇച്ചിരി വിഷമമുണ്ട്. ഇല്ലാത്ത എല്ലാ രോഗങ്ങളും എൻ്റെ ശരീരത്തിനകത്തുണ്ട്. സ്വത്രം. എപ്പോൾ തട്ടിപ്പോകുമെന്ന് എനിക്കറിയത്തില്ല. സ്വത്രം. ഞാനിങ്ങനെ പറയും, എൻ്റെ അച്ചായൻ തട്ടിപ്പോകാതിരിക്കണം. ഒറ്റ മാർഗമുള്ള സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും കർത്താവിൻ്റെ കരത്തിൽ കൊടുത്താൽ മതി. സ്വത്രം. കർത്താവ് പുലർത്തും. ഒരു നാളും പരാജയപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. എന്താണ് നമ്മൾ വായിച്ചത്? സ്തോത്രം. എന്താണ് വായിച്ചത്? ജീവനെ ആഗ്രഹിക്കണം. അത് ദീർഘായുസ് തന്ന് ദൈവം നിർത്തിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ ആയുസിൻ്റെ മധ്യത്തിൽ എടുത്ത് കളയുന്നവനല്ല നിൻ്റെ ജീവനെ. ആയുസിൻ്റെ മധ്യത്തിൽ എടുത്ത് കളയുന്നവനല്ല എൻ്റെ ദൈവം. ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്ന് പറയുന്നത് നിൻ്റെ മക്കളുടെ മക്കളെ നീ കാണും. നിൻ്റെ ഭവനത്തിനകത്ത് സ്വസ്ഥതയുണ്ടാകും. നീ ഒരു അനുഗ്രഹമായിരിക്കും. സ്വത്രം. ഇന്ന് പകൽക്കാലം എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, എൻ്റെ ദൈവം വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാ. മക്കളുടെ മക്കളെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുമ്പം എനിക്ക് പറയാൻ കഴിയും, അടുത്ത തലമുറയും കർത്താവിൻ്റെ മഹത്വം കണ്ടുകൊണ്ടിരിക്കുക. സ്വത്രം. ലോകം പറയുന്നതല്ല കുഞ്ഞെ നമ്മൾ കേൾക്കേണ്ടത്. സ്വർഗമെന്ത് പറയുന്നുവോ അത് കേട്ട് സ്വർഗത്തിൽ അപ്പന് മഹത്വമായി നീ നിന്നാലുണ്ടല്ലോ, നീയും നിൻ്റെ തലമുറയും ഒരിക്കലും ദേശത്ത് നാമാവശേഷമായി പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ഉയർച്ച കാണുമ്പോൾ പിശാച് നിന്നെ തകർക്കാൻ പദ്ധതി കൊണ്ടുവന്നിട്ട് ഈ വക കാര്യങ്ങളെ നിരത്തി വെച്ചിട്ട് നിന്റെ വിശ്വാസത്തിൽ നിന്ന് നിന്നെ പുറകോട്ടടിക്കാൻ ശ്രമിക്കും. പക്ഷേ എൻ്റെ ദൈവം പിശാചിൻ്റെ കരത്തിൽ നിന്നെ വിട്ടുകൊടുക്കത്തില്ലെന്ന് നീ വിശ്വസിച്ചിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്ക്. സ്തോത്രം. അടുത്ത വാക്യം വായിക്കേ. ശുഭകാലം നിനക്ക് വരും. സ്തോത്രം. അത് കാണാൻ നീ ആഗ്രഹിക്കണം. കഷ്ടകാലം വരുമെന്നല്ല കർത്താവ് പറഞ്ഞു, ശുഭകാലം. സ്തോത്രം. നല്ല കാലം വരും. നിന്റെ ആയുസിൻ്റെ മധ്യത്തിൽ നിന്റെ മക്കളുടെ നന്മ കണ്ട് സന്തോഷിപ്പാനും നിന്റെ വാർദ്ധക്യകാലത്ത് സകല നന്മയും അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മക്കളോടും മരുമക്കളോടും ചേർന്ന് കൊച്ചുമക്കളും ചേർന്ന് നിന്റെ ഭവനത്തിനകത്ത് സന്തോഷത്തോടെ പാർക്കുവാൻ സ്വർഗം നിന്നെ സഹായിക്കണമോ? നീ പിശാചിനെ ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന് വചനം പറയുന്ന വഴിയിൽ നീ ഒന്ന് യാത്ര ചെയ്ത് നോക്ക്. നിന്റെ തലമുറ പട്ടുപോകത്തില്ല. നിന്റെ തലമുറയുടെ ഭാവിക്കൊരു പൂർണ്ണത വരാതെ ഇരിക്കത്തില്ല. നിന്റെ കൂട്ടാളിയുടെ കരത്തിൽ നന്മ വരാതിരിക്കത്തില്ല. നിന്റെ കലവറ ശൂന്യമായി ഇരിക്കത്തില്ല. നിന്റെ പേഴ്സിനകത്ത് നന്മ ഉണ്ടായിരിക്കും. പോരാ പോരാ പോരാ, ഇത് തിന്നാനുള്ള ഭാഗ്യവും ദൈവം തരും. സ്വത്രം. ഇത് പറഞ്ഞപ്പം ഒരു ചേട്ടായി ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. സ്വത്രം. പാസ്റ്ററേ, നമ്മൾ കഴിക്കുന്നതെല്ലാം വിഷമ. എന്നാൽ പിന്നെ കഴിക്കാതിരുന്നൂടായോ? അതുകൊണ്ടാണ് പാസ്റ്ററേ ഞാൻ കഴിക്കാത്തത്. സ്വത്രം.
അപ്പോൾ പിന്നെ ചേട്ടായി എന്താ കഴിക്കുന്നത്? അത് ഓട്സ് മാത്രമേ കഴിക്കത്തുള്ളൂ. ഓട്സിനെ പോലെ വിഷമുള്ള വേറെ സാധനമില്ല. സ്വത്രം. അതിനൊക്കെ അങ്ങ് പഠിക്കണം. സ്വത്രം. നല്ല അരി വെച്ച് ചോറ് വെച്ച് കഴിച്ചാൽ ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല. സ്വത്രം. നല്ല കപ്പ, നല്ല ചക്ക. സ്വത്രം. ഇതൊക്കെ ഇപ്പം VIP ഫുഡാണ്. ഇതെല്ലാം അങ്ങ് ഗൾഫ് നാടുകളിലുണ്ട്. ഇവിടെ അതില്ല. സ്വത്രം. കാരണം ഇപ്പം നല്ല ഫുഡ് അവർ കഴിക്കും, നമ്മൾ വേസ്റ്റ് ഫുഡ് കഴിക്കുന്നു. ഈ നല്ല രാത്രി പറയട്ടെ, ഈ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഈ ഭൂമിയിൽ നിനക്ക് തിന്നുവാൻ തന്നതെല്ലാം നിനക്ക് തിന്നുവാൻ സ്വർഗം വഴി തുറന്നിട്ടുണ്ട്. പക്ഷെ നീയോ മനുഷ്യൻ പറയുന്നത് കേട്ടിട്ട് ഭയന്ന് കഴിക്കാതെ ഇരുന്ന് ഒടുവിൽ പട്ടിണി കിടന്നതിൻ്റെ കുടലുണങ്ങി കുടലിൽ പുണ്ണു വന്നിട്ട് നീ അവസാനം മാരക രോഗത്തിനടിമയായി. നീ ഇപ്പം ഭയന്ന് പേടിച്ച് നടക്കുക. നോക്ക്, ഒരു 10 രൂപ കൊണ്ടൊന്നും സ്വോത്രകാഴ്ച പാത്രത്തിൽ ഇടാൻ നിനക്ക് സമയമില്ല. ദൈവസന്നിധി വന്നൊന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ല. ഉള്ള പൈസയും കൊണ്ട് നേരം പരപരാ വെളുക്കുമ്പം എവിടെയാ? ആശുപത്രിയുടെ ക്യൂവിനകത്ത് നിൽക്കുക. ഡോക്ടർ മിടുക്കനാ. ഡോക്ടർ അങ്ങോട്ട് പറയും, അത് ടെസ്റ്റ് ചെയ്യ്, ഇത് ടെസ്റ്റ് ചെയ്യ്, അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്. ചുരുക്കം പറയും, ഒരു രാവിലെ 2500 രൂപ മെഡിക്കൽ ഷോപ്പിലും ലാബിലും കൊടുത്ത് ഡോക്ടറുടെ ചെല്ലുമ്പോൾ നിനക്ക് സമാധാനമാവും. നിൻ്റെ രോഗം മാറുമോ? ഇല്ല. 10 ഗുളിക തരും. 10 ഗുളിക കഴിച്ച് കഴിയുമ്പോൾ അടുത്ത ആഴ്ച വരാൻ പറയും. വീണ്ടും അടുത്ത ടെസ്റ്റ്. സ്വത്രം. അവസാനം ഇങ്ങനെ പറയട്ടെ, പണ്ടൊരു സഹോദരൻ പറഞ്ഞതുപോലെ, ഡോക്ടറെ എനിക്കെന്താ രോഗം? നിങ്ങൾക്കൊരു രോഗമില്ലെന്ന് ഇപ്പം മനസ്സിലായില്ലയോ? ഇത്രയും ടെസ്റ്റ് ചെയ്തപ്പം മനസ്സിലായാലും നിങ്ങൾക്കൊരു രോഗമില്ലെന്ന്. അപ്പം പിന്നെ എന്തുവായിരുന്നു ഡോക്ടറെ എനിക്ക് രോഗം? നിങ്ങളുടെ പേടി. സ്വത്രം. നിന്നെ ഭയപ്പെടുത്തി ആ രോഗത്തിൻ്റെ പേര് പറഞ്ഞ്, ഈ രോഗത്തിൻ്റെ പേര് പറഞ്ഞ്, അത് തിന്നരുത്, ഇത് തിന്നരുത്, അങ്ങനെ തിന്നരുത്, ഇങ്ങനെ തിന്നരുത്, അവിടെ പോകരുത്, ഇവിടെ പോകരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്താൽ നീ ചത്തുപോകും. കുഞ്ഞ, ഈ ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം പോകാനാണ് കർത്താവ് പറഞ്ഞത്. എങ്ങനെ? ദൈവത്തിൻ്റെ വചനമെടുത്തുകൊണ്ട്. ഈ വചനം ചുമക്കുന്നവനെ, സ്വത്രം, ഈ വചനം ചുമക്കുന്നവനെ ദൈവം ചുമക്കുമെന്നാണ് പറഞ്ഞത്. അവൻ വഴിയിൽ വീഴാൻ ഇടവരത്തില്ല. അവൻ്റെ സന്തതി പട്ടുപോകുവാൻ ഇടവരത്തില്ല. ഇത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നീ മാത്രം മതിയെന്ന് പാടിയ ഒരു കുടുംബത്തിലെ തലമുറ, ഒരു കുടുംബത്തിലെ മാതാപിതാക്കൾ തോറ്റുപോയ ചരിത്രം ഇന്നുവരെ ലോകത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന് മുഴുവൻ മഹത്വം കൊടുക്ക്. സ്തോത്രം. ഒരുപാട് സഹോദരങ്ങൾ എന്നെ വിളിക്കുന്നവരാരും നല്ല കാര്യം പറയാനല്ല വിളിക്കുന്നത്. രോഗം പേറി, ശാപം പേറി, കടം വന്ന് നിക്കക്കണ്ണിയില്ല, ബാങ്കുകാർ ജപ്തിയുമായിട്ട് മുമ്പിൽ നിൽക്കുന്നു, കടക്കാർ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു, രോഗം കാരണം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുക. പാസ്റ്ററെ, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. സ്വത്രം. ഞാനവിടെ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമുണ്ട്. നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ തോറ്റില്ലേ? ഇനിയെങ്കിലും പൂർണ്ണ ഹൃദയത്തോടെ യേശുവിൽ ആശ്രയിക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. സ്വത്രം. ഇത് പറയുന്നത് കേൾക്കുമ്പോൾ ആർക്കും അങ്ങോട്ട് ദഹിക്കത്തില്ല. സ്വത്രം. നോക്ക്, ഇവിടെ എന്ത് കാണിച്ചാലും എന്ത് പറഞ്ഞാലും ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ സുവിശേഷം പറഞ്ഞാൽ അത് അവൻ്റെ രക്ഷയ്ക്കാണ്, അവൻ്റെ വീണ്ടെടുപ്പിനാണ്, അവൻ്റെ നന്മയ്ക്കാണെന്ന് അറിയാവുന്നതുകൊണ്ട് അതൊരിക്കലും ഉണ്ടാവരുതെന്ന് പിശാചിൻ്റെ പരിപാടിയാണ്. അതുകൊണ്ട് ആ സുവിശേഷത്തെ അവൻ എതിർക്കും. സുവിശേഷത്തിന് വിപരീതമായി അവൻ കരുക്കളെ ഒരുക്കും. നോക്ക്, ഇവിടെ ഇഷ്ടം പോലെ നമ്മൾ പോകുന്ന വഴികളിലൊക്കെ ഇഷ്ടം പോലെ നോട്ടീസുകൾ കിട്ടാറുണ്ട്. സ്വത്രം. എന്തെല്ലാം പരസ്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ, അതിനെല്ലാം നോട്ടീസ് കിട്ടാറുണ്ട്. പക്ഷേ ഒരു ചെറിയ ഒരു സുവിശേഷ പ്രതി ഒന്ന് കൊടുത്തു നോക്ക്, നിനക്കെതിരെ പിശാച് കുതിര കയറും. സ്വത്രം. അത് മാത്രം പറ്റത്തില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നീ രക്ഷപ്പെടും, നീ നന്മ അനുഭവിക്കും, നീ പാപത്തെ വിട്ടൊഴിയും, നീ ദൈവത്തിന് മഹത്വമായി ജീവിക്കും, നിൻ്റെ അയൽവാസികളെ നീ സ്നേഹിക്കും, അവരോട് ചേർന്ന് നിൽക്കാൻ നീ തയ്യാറാകും. ഒരിക്കലും അത് ആരനുവദിക്കത്തില്ല? പിശാച് അനുവദിക്കത്തില്ല. സ്വത്രം. എന്നെ വിളിച്ചിട്ട് ഒരു ആൻറ്റി ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ സ്നാനപ്പെട്ടതാ, പക്ഷേ എൻ്റെ അച്ചായന് സ്നാനപ്പെട്ടതൊന്നുമല്ല. അച്ചായന് വേറെ എവിടെ പോയാലും ഒരു പ്രശ്നവുമില്ല പാസ്റ്റർ, ഞാൻ പള്ളിയിൽ പോകരുത്. സ്വത്രം. എവിടെ ഞാൻ എങ്ങനെ എങ്ങോട്ട് പോകുന്ന പറഞ്ഞാൽ അച്ഛൻ ചോദിക്കത്തില്ല. ഞായറാഴ്ച രാവിലെ ഞാൻ സാരി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം അച്ഛൻ ബഹളം വയ്ക്കും. സ്വത്രം. എവിടെ പോവാടി? എന്തിനു പോവാടി? തുള്ളാൻ പോവാണോ? അവരുടെ കൂടെ ആടാൻ പോവാന്നോ എന്ന് ചോദിച്ച് എന്നെ അടിക്കും പാസ്റ്ററെ. അതുകൊണ്ട് എനിക്ക് എങ്ങോട്ടും പോകാൻ നിവർത്തിയില്ല. എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുമോ?
സ്വത്രം. ഏത് രാത്രി ഏത് പകലെന്നെ വിളിച്ചാലും ഞാൻ ഉണർന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. കാരണം ആഗ്രഹിക്കുന്ന മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാ നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കർത്താവിന് കടക്കാരാ. സ്വത്രം. നമ്മൾ കർത്താവിന് കടം വീട്ടി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയോടെ നിന്ന് നോക്ക്. ശരീരാത്മദേഹിലെ ഒരനർത്ഥവും വന്ന് തകർത്ത് കളയുവാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. സ്തോത്രം. നമുക്ക് വായിക്കാം എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന്. ഈ പിശാചിനെ ജയിക്കുവാൻ, ഈ രോഗത്തെ ജയിപ്പാൻ, ഈ ശാപത്തെ ജയിപ്പാൻ, ഈ അവിശ്വാസത്തെ വിട്ടുതിരിയുവാൻ, നമുക്ക് പല കാരണങ്ങൾ പറഞ്ഞ് നമ്മെ വിശ്വാസത്തിൽ നിന്ന് തകർത്ത് കളയുവാൻ പിശാച് ശ്രമിക്കുമ്പോൾ ആ പിശാചിൻ്റെ തല എങ്ങനെ തകർക്കാമെന്ന് നമുക്കൊന്ന് തിരിച്ചറിയണ്ടേ. ഇല്ലെങ്കിൽ നമ്മൾ പിശാചിൻ്റെ കരത്തിൽ വീണ് തകർന്നു പോകത്തില്ലേ? അവൻ ഏത് വിധത്തിലും നമ്മെ തകർക്കാൻ പദ്ധതി ഒരുക്കി നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ അവനെ ജയിക്കാൻ ഒരൊറ്റ മാർഗം കർത്താവിൻ്റെ വചനത്തിലുണ്ട്. സ്വത്രം. മന്ത്രവാദവും ആഭിചാരവും കൂടുപാത്രവും വിളിച്ചു നിറച്ച് ഒന്നും നിന്നെയും നിൻ്റെ കുഞ്ഞുങ്ങളെയും തകർക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനൊരു ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ വേണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? സ്വത്രം. 128 സങ്കീർത്തനം അതിൻ്റെ 1, 2, 3 വാക്യം. 128 സങ്കീർത്തനം അതിൻ്റെ 1, 2, 3 വാക്യം. സ്വത്രം. യഹോവയെ ഭയപ്പെടണം. എൻ്റെ ദൈവത്തെ ഭയപ്പെടാൻ നിനക്ക് കഴിയുമെങ്കിൽ, ദൈവത്തെ ഭയപ്പെടുവാൻ നീ തയ്യാറായാൽ, ദൈവത്തിൻ്റെ വചനം അടുത്ത വാക്യം വായിക്കും. അടുത്തേ നോക്ക്. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടന്നാൽ നീ ശപിക്കപ്പെട്ടവനായി തീരുമെന്നല്ല, നീ ഭാഗ്യവാനായി മാറും. നീ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരും. നിൻ്റെ കണ്ണുനീര് മാറും, നിൻ്റെ രോഗം നീങ്ങും, നിൻ്റെ ശാപം അകലും. നീ ഒരു അനുഗ്രഹമായി മാറും. അബ്രഹാമിനോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞതാ, മോനെ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, നീ ഒരു അനുഗ്രഹമായി മാറും. ഞാൻ പറയുന്ന പ്രകാരം വാ. സ്വത്രം. അബ്രഹാം അത് കേട്ട് അനുസരിച്ചു. സ്വത്രം. അതുകൊണ്ട് ദൈവം അബ്രഹാമിനെ തള്ളിക്കളഞ്ഞില്ല. സാഹചര്യങ്ങൾ തനിക്ക് പ്രതികൂലമായിരുന്നിട്ടും ആ പ്രതികൂല സാഹചര്യങ്ങളെ കണക്കിലെടുക്കാതെ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് അത് പ്രകാരം ഇറങ്ങിത്തിരിച്ചതുകൊണ്ട് അബ്രഹാം വിശ്വാസികളുടെ പിതാവായി മാറിയെങ്കിൽ നീ മൂലം നിന്റെ തലമുറ അറിയപ്പെടുവാൻ യേശുവിനെ മുറുകെ പിടിക്ക്. യേശുവിൻ്റെ വചനം നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് നീ മാത്രം മതിയെന്ന് സർവശക്തനായി ദൈവത്തോട് പറ. അങ്ങനെയാണെങ്കിൽ നിന്റെ കൈകളുടെ അധ്വാന ഫലം 128 1, 2, 3 വാക്യമാണ്. നിന്റെ കൈകളുടെ അധ്വാന ഫലം സ്വത്രം നീ തിന്നും. സ്വത്രം. ഇന്ന് നാം അധ്വാനിച്ചു കൊണ്ടുവരുന്ന നല്ലൊരു ശതമാനം പണവും നമുക്കനുഭവിക്കാൻ ഭാഗ്യമില്ലാതെ രാവും പകലും കിടന്ന് കഷ്ടപ്പെട്ടിട്ടും ഒന്നിനും തികയാതെ ജീവിതത്തിൻ്റെ താളങ്ങൾ തെറ്റി നാം വല്ലാത്ത കഷ്ടത്തിൽ കിടക്കുമ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ ശ്രദ്ധിക്കുന്ന കൂടെ പിറപ്പുകളെ, നിങ്ങളുടെ അധ്വാനത്തിന് ബലവും കൃപയും ആരോഗ്യവും തരുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കണം. നിങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ സർവശക്തന് മഹത്വം കൊടുത്തിട്ട് സർവശക്തന്റെ വചനം പറയുന്ന പ്രകാരം അവൻ്റെ വഴിയിൽ യാത്ര ചെയ്യണം. എൻ്റെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ലോകം നമുക്ക് ശാശ്വതമല്ല. എന്നാൽ നിങ്ങൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, എന്നാൽ നിങ്ങൾ ഈ ലോകക്കാരല്ല. സ്വത്രം. ഈ ലോകം ശാശ്വതമല്ല, ഈ ലോകത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്, എന്നാൽ ഈ ലോകം നിങ്ങൾക്ക് ശാശ്വതമല്ല. നിങ്ങളുടെ ലോകം, നിങ്ങളുടെ സ്വർഗം ഈ ഭൂമിയിൽ നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും അത് സാധ്യമാകത്തില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാനിരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തും. അവിടെ കഷ്ടതയില്ല, അവിടെ കണ്ണുനീരില്ല, അവിടെ നിലവിളിയില്ല, അവിടെ വേദനയില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ഭൂതലത്തിൽ പാർക്കുമ്പോൾ ദൈവത്തിന് മഹത്വമായി നീ മാറിയാൽ നീ മൂലം നിൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നീ മൂലം നിൻ്റെ കൂട്ടാളി അനുഗ്രഹിക്കപ്പെടും, നീ മൂലം നിൻ്റെ കുടുംബത്തുള്ളവർ അനുഗ്രഹിക്കപ്പെടും. അതിന് നീ ഒരനുഗ്രഹമായി മാറണം.
സ്വത്രം. എങ്ങനെയാണ് നമുക്ക് അനുഗ്രഹമായി മാറാൻ കഴിയുന്നത്? ദൈവത്തിൻ്റെ വചനം പറയുന്ന അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങണം. സ്വത്രം. മനുഷ്യൻ പറയുന്നത് കേട്ടിട്ടല്ല, ദൈവത്തിൻ്റെ വചനം പറയുന്നതനുസരിച്ച് നീ ഒന്ന് ജീവിക്കാൻ തുടങ്ങി നോക്ക്. നീ എന്താഗ്രഹിച്ചാലും അത് സ്വർഗത്തിലവൻ തരാമെന്നാണ് പറഞ്ഞത്. സ്വത്രം. ചോദിക്കാനാണ് പറഞ്ഞ ദൈവത്തോട്, ഞാൻ നിനക്ക് തരാം, എൻ്റെ കയ്യിൽ സകലതുമുണ്ട്, ഞാനത് തന്ന് നിറപ്പാൻ മതിയായവന, പക്ഷേ നിൻ്റെ ഹൃദയം എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ നീയും ദൈവവുമായിട്ട് ഒരു ബന്ധമുണ്ടായിരിക്കണം. ദൈവം അറിയാതെ, ദൈവത്തോട് ചോദിക്കാതെ, ദൈവം പറയാതെ മറ്റൊരു കാര്യവും നീ ചെയ്യാൻ തയ്യാറാകരുത്. സ്വത്രം 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 എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിനും ദൈവത്തിൻ്റെ ആത്മാവിനും കീഴ്പ്പെട്ട് സ്വത്രം ദൈവസഭയുടെ നിയമപ്രകാരം ദൈവത്തെ മഹത്വപ്പെടുത്തി മുൻപോട്ട് നീ പോകാൻ തയ്യാറായാൽ നിൻ്റെ ഞരമ്പുകളിൽ രോഗാത്മാവിൻ്റെ ബാധ വന്നാൽ, സ്വത്രം നിൻ്റെ മുടിനാരിൽ ഒരു രോഗത്തിന് ലാഞ്ചന വന്നാൽ അതിനെ എടുത്തു മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും. സ്വത്രം. ഒരു വൈദ്യനും വേണ്ട കുഞ്ഞെ. വൈദ്യന്മാരെല്ലാം തോറ്റുപോകും. എവിടെയാണെന്നറിയാമോ? മരണത്തിൻ്റെ മുമ്പിൽ. മരണം കൊണ്ട് തീരുന്നതല്ല നിൻ്റെയും എൻ്റെ ജീവിതം. മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. സ്വത്രം. അതുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവം നിനക്കും എനിക്കും തരുന്ന ആയുസ്സിൻ്റെ മധ്യത്തിൽ നിന്നെ എടുത്ത് കളയുവാൻ ഒരു പിശാചിനെയും ഒരു ലോകത്തിൻ്റെ ശക്തിയും ദൈവം അനുവദിക്കത്തില്ല, അനുവദിച്ചിട്ടുമില്ല. അങ്ങനെയെങ്കിൽ ശരീരാത്മതയിൽ വ്യാപരിക്കുന്ന രോഗത്തിൻ്റെ അവസ്ഥ അതിനെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. പൂർണ്ണമായി വിശ്വസിക്കണം, ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. സ്വത്രം. ദൈവത്താൽ ഉരുവാക്കപ്പെട്ട നിൻ്റെ ശരീരത്തിനകത്ത് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഇരുന്ന് നിന്നെ കഷ്ടത്തിലൂടെ കടത്തിവിടുന്നതല്ല കർത്താവ് നിന്നെ ശുദ്ധീകരിച്ചത്. അതിനെല്ലാം എടുത്തു മാറ്റി, ലോകത്തിൻ്റെ രാഞ്ചനെ എടുത്തു മാറ്റി, ശാപത്തിൻ്റെ ബന്ധനങ്ങളെ അഴിച്ച്, കണ്ണുനീരിൻ്റെ തലങ്ങളെ എടുത്തു മാറ്റി നിന്നെ സന്തോഷത്തോടെ നടത്തുവാൻ എൻ്റെ കർത്താവ് മതിയായവനാ. സ്വത്രം. വചനം ഇങ്ങനെ പറയുന്നു, നാളെയെക്കുറിച്ച് നീ വ്യാകുലപ്പെടരുത്. സ്വത്രം. നമുക്ക് എപ്പോഴും നാളെയെക്കുറിച്ചാണ് ചിന്ത. സ്വത്രം. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നാളെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും, നാളെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും. കുഞ്ഞെ, നാളെ എന്നുള്ളത് നിനക്കുള്ളതല്ല, ദൈവത്തിനുള്ളതാണ്. സ്വത്രം. ഇന്ന് നിനക്ക് ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ കഴിയുമോ? എന്ത്? നിൻ്റെ പണമല്ല, നിൻ്റെ ഹൃദയം ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ നീ തയ്യാറാണെങ്കിൽ നാളത്തെ പകൽക്കാലം നീ കാണാൻ പോകുന്നത് നഷ്ടങ്ങളുടെ കണക്കായിരിക്കത്തില്ല, അനുഗ്രഹത്തിന് വർഷമായിരിക്കും. അത് തരാൻ മനസ്സുള്ളവനാ എൻ്റെ കർത്താവ്. ആ കർത്താവിൻ്റെ മഹത്വം നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ പൈശാചിക പാരമ്പര്യങ്ങളെയും എടുത്തു മാറ്റുവാൻ സ്വർഗത്തിൽ അപ്പൻ്റെ കരത്തെ നിന്നെ ഒന്ന് വിട്ടുകൊടുക്ക്. നോക്ക്, കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞ പുണ്യാഹ രക്തം. സ്വത്രം. നിന്റെ വീണ്ടെടുപ്പിൻ്റെ മറുവിലയാണെങ്കിൽ ഒരു പൊട്ടനെ പോലെ, ഒരു പൊട്ടിയെ പോലെ വിശ്വസിക്കണം. എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി ചൊരിഞ്ഞ പുണ്യാഹ രക്തത്തിന് വീണ്ടെടുപ്പ് വിലയാ ഞാൻ. അതുകൊണ്ട് ഈ രോഗം എൻ്റെ ശരീരത്തിൽ ഇരിപ്പാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഭാവി ഷാജ് എന്ന് പറയണം. പറഞ്ഞിട്ട് പിന്നെ രോഗത്തെ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കരുത്. സ്വത്രം. പിന്നെയും രോഗത്തെ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കരുത്. സ്വത്രം. എന്നല്ലെങ്കിൽ നാളെ നാം എല്ലാം മരിക്കും. സ്വത്രം. പക്ഷെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഒരു ശത്രുവിൻ്റെ കാര്യത്തിലും ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ലെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. സ്വത്രം. അവൻ ആർക്കും കടക്കാരനല്ല. അവൻ ആരെയും ശിക്ഷയിലൂടെ കൊണ്ടുവന്ന് രക്ഷിക്കുന്നവനല്ല. സ്വത്രം. ശിക്ഷയെ എടുത്തു മാറ്റുന്നവനാ, ശാപത്തെ എടുത്തു മാറ്റുന്നവനാ, രോഗത്തെ എടുത്തു മാറ്റുന്നവനാ, കടഭാരത്തെ എടുത്തു മാറ്റുന്നവനാ, കണ്ണുനീര് തുടയ്ക്കുന്നവനാ, നിന്റെ നിന്ന മാറ്റുന്നവനാ, നിന്നെ ഉയർത്തി മാനിക്കുന്നവനാ. അവനാ എൻ്റെ രക്ഷകനായ കർത്താവ്. ആ കർത്താവിൽ ആശ്രയിച്ച നീ കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ നിൽക്കണം സഹോദരങ്ങളെ. സ്വത്രം. അടുത്ത പ്രഭാതം നാം ആരും കാണുമെന്ന് നമുക്ക് ചിന്തിപ്പാൻ കഴിയാത്തതുപോലെ ഒരു രാത്രിയാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ളത്. സ്വത്രം. അടുത്ത പ്രഭാതം ദൈവത്തിൻ്റെ കാര്യത്തിൽ കൊടുക്ക്. എന്നിട്ട് പറയണം, ഞാൻ എഴുന്നേൽക്കുന്നത് രോഗമുള്ള ശരീരത്തോടല്ല, ആരോഗ്യമുള്ള ശരീരത്തോട് എഴുന്നേൽക്കുമെന്ന് പറ. സമാധാനമുള്ളൊരു ഹൃദയമായിട്ട് ഞാൻ എഴുന്നേറ്റ് വരുമെന്ന് പറ. സന്തോഷമുള്ള ഒരു കുടുംബത്തിനകത്ത് ഞാൻ ഉണർന്നു വരുമെന്ന് പറ. സ്വത്രം. പിശാച് തന്ത്രങ്ങൾ മെനഞ്ഞ് സാഹചര്യങ്ങളെ കൊണ്ടിട്ട് നിന്നെ തകർക്കാൻ ശ്രമിക്കുമ്പം
നോക്ക്, ദൈവത്തിൻ്റെ കാര്യത്തിൽ നീ ഒന്ന് കൊടുത്തു നോക്ക്. നീ ശുഭമായിരിക്കും, നീ സുഖമായിരിക്കും. നിൻ്റെ ഭവനത്തിനകത്ത് ഉല്ലാസത്തിന്, ജയത്തിന് ഘോഷമുയരും. അത് ആർക്കേ തരാൻ കഴിയത്തുള്ളൂ എന്നറിയാമോ? ദൈവത്തിന് മാത്രമേ തരാൻ കഴിയത്തുള്ളൂ. ബാങ്കുകാർ തരുന്നത് കുറേ വേദനകളാ, സ്വത്രം. ലോകം തരുന്നത് കുറേ ശാപങ്ങളാ, സ്വത്രം. കൂട്ടുകുടുംബക്കാർ തരുന്നത് ഒറ്റപ്പെടുത്തലുകളാ. എന്നാൽ എൻ്റെ ദൈവം തരുന്നത് സമാധാനവും സന്തോഷമാണ്. ഏത് വേണമെന്ന് ഇന്ന് രാത്രികാലം തീരുമാനിക്ക്. എൻ്റെ ദൈവത്തിൻ്റെ കൃപ മതി എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വമുള്ളവളായി നീ മാറാൻ ശ്രമിച്ചിട്ട് ദൈവപാദപ്പെടുത്തി മുഴങ്കാലും അടക്കിട്ട് ദൈവമുഖത്തേക്ക് നോക്കി നിൻ്റെ ഹൃദയമൊന്ന് പകരാൻ തയ്യാറായാൽ കുഞ്ഞെ, അടുത്ത പ്രഭാതം നീ കാണുന്നത് സന്തോഷത്തിൻ്റെ പകൽക്കാലമാണ്. സ്വത്രം. ഒരു പിശാചിനും നിന്നെ ദൈവം വിട്ടു കൊടുത്തിട്ടല്ല, കൊടുക്കത്തുമില്ല. പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് സ്വത്രം നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളേറി വരുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. സ്വത്രം. വിട്ടുകൊടുക്കത്തില്ലെന്ന് പറയുന്നത്, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്, പിന്നെ എന്തുകൊണ്ട് എൻ്റെ ശരീരത്തിൽ ഇങ്ങനൊരു അവസ്ഥ, ഇല്ല എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനൊരു അവസ്ഥ? നാം എല്ലാവരും ചോദ്യം ചെയ്യുന്നൊരു ചോദ്യമാണ്. പക്ഷേ ഞാൻ വ്യക്തമായി പറയട്ടെ, എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം. ദൈവത്തിനുവേണ്ടി കൊടുത്തു നോക്ക്. നിൻ്റെ മക്കളെ, നിൻ്റെ കൂട്ടാളിയെ, നിൻ്റെ നന്മയെ, നിൻ്റെ ജീവിതത്തെ നീ ദൈവത്തിനുവേണ്ടി കൊടുത്തു നോക്ക്. നീ ആഗ്രഹിക്കുന്നത് എല്ലാം നിൻ്റെ കാര്യത്തിൽ വരും. സ്വത്രം. നീ ആഗ്രഹിക്കുന്നത് എല്ലാം നിൻ്റെ കാര്യത്തിൽ വരും. ഞാനിങ്ങനെ പറയും, ഒരു കോടീശ്വരനാകുമെന്ന് ഞാൻ പറയത്തില്ല. അത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ അതും സംഭവിക്കും. സ്വത്രം. ഒരു കോടീശ്വരനാകുമെന്ന് ഞാൻ പറയത്തില്ല. അത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ അതും സംഭവിക്കും. ബാക്കി എല്ലാ മേഖലയിലും നീ ഉയർത്തപ്പെടും, നീ മാനിക്കപ്പെടും, നീ അനുഗ്രഹിക്കപ്പെടും. നിന്നെ ദൈവത്തിന് കൊടുക്കണം. നിനക്ക് ദൈവം തരുന്ന നന്മയുടെ ആ കറക്റ്റ് ദശാംശം ദൈവസന്നിധി കൊണ്ടുവച്ചിട്ട് ആത്മാവിലും സത്യത്തിലും നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ദൈവദാസനെ കൊണ്ട് നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. നിൻ്റെ കുടുംബത്തിനകത്ത് പാട്ടും പ്രാർത്ഥനയും ഒന്ന് ഉയർത്തി നോക്ക്. സ്വർഗം നിൻ്റെ ഭവനത്തെ, നിന്നെയും നിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും. നമുക്ക് ബാക്കി എല്ലാറ്റിനും സമയമുണ്ട്. സ്വത്രം. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ കുടുംബമായിരുന്നൊന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് കിടന്നുറങ്ങുവാനോ, ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ദൈവത്തെ ഒന്ന് സ്തുതിപ്പാനോ നമുക്ക് കഴിയാതെ പോകുന്നത് കൊണ്ട് നാം ആഗ്രഹിക്കുന്ന ശുഭഭാവി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നില്ല. നാമും ലോക മനുഷ്യരെ പോലെ ആയിത്തീർന്നു. അതിൻ്റെ കാരണം പിശാചിനെ നീ ഭയപ്പെടുന്നു, ദൈവത്തെ നീ ഭയപ്പെടുന്നില്ല. എന്നാൽ ഈ രാത്രികാലം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, ദൈവപൈതലെ നിന്നെ പിശാച് തൊടത്തില്ലെന്ന് നീ വിശ്വസിക്ക്. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി യൂട്യൂബിലൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്. പെന്തിക്കോസ്താടെ ഹല്ലേലൂയയും ആരാധനയും ശാസനയും കേട്ട് പിശാച് കണ്ടം വഴി ഓടിയിരിക്കുക. അവനിനി തിരിച്ചു വരത്തില്ല. പക്ഷേ ഇപ്പം നീ പിശാചിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സ്വത്രം. പിശാച് നിന്നെ വിട്ട് പോയി, ഇപ്പം നീ പിശാചിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക. സ്വത്രം. എന്താ, എങ്ങനാ? സ്വത്രം. പറഞ്ഞുതരാം. രോഗം, അയ്യോ അയ്യോ അയ്യോ. കടഭാരം, അയ്യോ അയ്യോ അയ്യോ. വീടിനകത്ത് പ്രശ്നങ്ങൾ, അയ്യോ അയ്യോ അയ്യോ. ആ അയ്യോ വിളിക്കുന്ന സമയത്ത് കർത്താവ് എന്നൊന്ന് വിളിക്ക്. സ്വത്രം. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും പ്രവാചകന്മാരെ കാണാൻ ഓടാതെ ആലയത്തിൽ വന്നിരുന്ന് ദൈവദാസനോട് ദൈവസഭയോട് ചേർന്ന് പ്രാർത്ഥിച്ചു നോക്ക്. സ്വത്രം. കടബാധ്യത ഒരു ആ ഭാരം കർത്താവിൻ്റെ മേലെ ഇറക്കി വെക്ക്. നീ ചുമന്നുകൊണ്ട് നടക്കാതെ സ്വർഗം നിന്നെ ഉയർത്തും. സ്വത്രം. നല്ല രാത്രിയിൽ എനിക്ക് ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. അതിനെ നശിപ്പിക്കരുത്. നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യത്തെ വിട്ടുകൊടുക്ക്. സ്വർഗം അത് പണിയും. ആ ശരീരത്തിനകത്തിരിക്കേണ്ടത് രോഗമല്ല, പരിശുദ്ധാത്മാവാ. ആ പരിശുദ്ധാത്മാവ് ഇരിക്കുന്ന ശരീരത്തിനകത്ത് യാതൊരു രോഗത്തിനും ഇരിക്കാൻ പറ്റത്തില്ലെന്ന് വിശ്വസിക്കുക. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനാ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകളാ. അവനാണ് എന്നെ നിർത്തിയിരിക്കുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളെ നിർത്തിയിരിക്കുന്നത്. എനിക്ക് കുടുംബം തന്നത് അവനാ, എനിക്കൊരു ജീവിതം തന്നത് എൻ്റെ ദൈവമാ, അല്ലാതെ ലോകത്തിൽ ആരുമല്ല. അതുകൊണ്ട് കർത്താവേ നീ മാത്രം മതിയെന്ന് പറഞ്ഞ് പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്തു നോക്കിയേ, നീ ഉയർച്ച പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കത്തില്ല.
ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയാൽ നമ്മൾ വീണു പോകും. മുമ്പോട്ടും പുറകോട്ടും നോക്കിയാൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്ക്. നീ ആഗ്രഹിക്കുന്ന യാത്രയിൽ നിന്നെ കരം പിടിച്ചുകൊണ്ട് നീ ആഗ്രഹിക്കുന്ന ശുഭഭാവിയുടെ തുറമുഖത്ത് സ്വർഗം കൊണ്ടെത്തിക്കും. ഇത് പാഴുവാക്കല്ല. എൻ്റെ കർത്താവ് അനേക ദൈവദാസന്മാരെയും ദൈവമക്കളെയും നടത്തിയ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ജീവനാണ് ഞാൻ ഈ പറയുന്നത്. ഈ ജീവൻ്റെ വഴിയിൽ നടന്നവരാരും തോറ്റുപോയിട്ടില്ല. എന്നാൽ ഈ വഴി മാറി സഞ്ചരിച്ചവർ എല്ലാം തോൽക്കുക മാത്രമല്ല, വഴിയിൽ വീണ് പോയിട്ടുണ്ട്. സ്വത്രം. നിൽക്കുന്നത്, നീ വീഴാതെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് തിരിച്ചറിഞ്ഞ് മഹത്വം ദൈവത്തിന് കൊടുത്തുകൊണ്ട് നമുക്ക് ആത്മാവിൻ്റെ ബലത്തോടെ യാത്ര ചെയ്യാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ,